ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് ബ്രസീൽ സമ്മാനിച്ച വരദാനമായിരുന്നു നെയ്മാർ ഡ സിൽവ സാന്റോസ് ജൂനിയർ. ഒരു ജനതയുടെ പ്രതീക്ഷയാകെ ചുമലിലേറ്റി ഒരു പതിറ്റാണ്ടോളം ബ്രസീലിയൻ ഫുട്ബോളിനെ നയിച്ച പടയാളി. ഡ്രിബ്ലിംഗും വേഗതയും ഫിനിഷിംഗും ചേർന്ന യഥാർത്ഥ സാമ്പ ഫുട്ബോൾ ലോകം കണ്ടത് നെയ്മാറിന്റെ കാലിലൂടെയായിരുന്നു. ഒറ്റയ്ക്ക് പട നയിച്ചവനെ പരിക്കും ജീവിതശൈലിയും തളർത്തി. എന്നിട്ടും ബ്രസീലുകാർക്ക് നെയ്മാർ ഇല്ലാതെ ഒരു ലോകകപ്പ് ചിന്തിക്കാൻ പോലുമായിരുന്നില്ല. നെയ്മാർ ടീമിൽ ഉൾപ്പെട്ടപ്പോൾ ബ്രസീൽ ജനത ആനന്ദ നൃത്തമാടി. 2014 ലോകകപ്പ് മുതൽ ബ്രസീൽ ഫുട്ബോൾ നെയ്മാറിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ഒറ്റയ്ക്ക് നയിച്ച നെയ്മാർ ക്വാർട്ടർ വരെ ടീമിനെ എത്തിച്ചു. എന്നാൽ കൊളംബിയൻ താരം സുനിഗയുടെ ഫൗൾ നെയ്മാറിന് ലോകകപ്പ് നഷ്ടമാക്കി. നെയ്മാറില്ലാതെ സെമിഫൈനൽ കളിച്ച ബ്രസീൽ ജർമ്മനിയോട് നാണം കെട്ടു. എങ്കിലും ടൂർണമെന്റിൽ 4 ഗോളും 1 അസിസ്റ്റുമായി നെയ്മാർ തിളങ്ങി. 2018 റഷ്യൻ ലോകകപ്പിലെ ഫേവറേറ്റ് ടീം ബ്രസീലായിരുന്നു. ലോകകപ്പിന് ആദ്യം യോഗ്യത നേടിയ ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് നോക്കൌട്ടിലെത്തിയത്. ക്വാർട്ടറിലെത്തിയെങ്കിലും ബെൽജിയത്തോട് തോറ്റ് ബ്രസീൽ പുറത്തായി. 2 വീതം ഗോളും അസിസ്റ്റുമായി തിളങ്ങിയ നെയ്മാർ തന്നെയായിരുന്നു ബ്രസീലിന്റെ തുറുപ്പുചീട്ട്. 2022 ഖത്തർ ലോകകപ്പിലെ 2 മത്സരങ്ങൾ നഷ്ടമായ നെയ്മാർ പക്ഷേ പ്രീ ക്വാർട്ടറിൽ ഗോളുമായി തിളങ്ങി. ക്വാർട്ടറിൽ ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടി ബ്രസീലിന് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു പുറത്തായി. 6ാം കിരീടം ലക്ഷ്യമിടുന്ന ബ്രസീലിൽ നെയ്മാറിനെ പോലെ അവസരം സൃഷ്ടിക്കുന്ന താരത്തിന്റെ അഭാവമാണ് നിഴലിച്ച് കാണുന്നത്. പരിക്ക് മാറിയെത്തുന്ന നെയ്മാറിന് ബ്രസീലിന് വേണ്ടി എന്ത് ചെയ്യാനാകുമെന്നും കണ്ടറിയേണ്ടതാണ്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.